മലയാള സാഹിത്യം പ്രാരംഭം എന്ന ഒന്നാം ഇതളിലെ ആദ്യത്തെ ടോപ്പിക് പാഠപ്രസ്ഥാനം, അതിൻ്റെ നിർവചനം എന്താണ്, വികാസ പരിണാമങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്നിവയെക്കുറിച്ചുള്ള നോട്ട്സാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. എന്താണ് പാട്ടുപ്രസ്ഥാനം, അതിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ നിർവചനം എന്താണ്? മലയാള സാഹിത്യത്തിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ പ്രസ്ഥാനമാണിത്. ചെന്തമിഴിൻ്റെ അതിപ്രസരം വ്യക്തമായി പ്രദർശിപ്പിക്കുന്ന സാഹിത്യ പ്രസ്ഥാനവുമാണിത്. പാട്ടുപ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ പാട്ടിൻ്റെ ലക്ഷണം ലീലാതിലകത്തിൽ ഒന്നാം ശില്പത്തിലെ 11-ാം സൂത്രത്തിൽ ലീലാതിലകകാരൻ അവതരിപ്പിക്കുന്നു. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യദുഗമോന വൃത്തവിശേഷയുക്തം പാട്ട്. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായിരിക്കണം, അതായത് ദ്രവിഡാക്ഷരങ്ങളിൽ എഴുതപ്പെട്ടതായിരിക്കണം. ദ്രമിഡ സംഘാത പാഠം എന്നാൽ ദ്രാവിഡ ഭാഷയിലെ സ്വരങ്ങൾ 12 വ്യഞ്ജനങ്ങൾ 18 തമിഴ് അക്ഷരമാലയാണിത്. തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ മാത്രമേ ഉപയോഗപ്പെടുത്താവൂ എന്ന ഈ നിബന്ധന അംഗീകരിക്കുമ്പോൾ സംസ്കൃത പദങ്ങൾ തൽഭവ രീതിയിൽ മാറ്റിയാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, ധര എന്ന വാക്കിനെ തര എന്നാക്കുന്നു, കൃഷ്ണ എന്ന വാക്കിനെ കിണ എന്നാക്കുന്നു, ആനന്ദ എന്ന വാക്കിനെ ആനന്ദൻ എന്നാക്കി മാറ്റുന്നു. യദുഗ മോന വൃത്തവിശേഷ യുക്തം പാട്ട് എന്നതിൽ നിന്ന് യദുഗ, മോന എന്നീ പ്രാസങ്ങൾ പാലിക്കണം എന്ന് വരുന്നു. വൃത്തവിശേഷം എന്നതുകൊണ്ട് ദ്രാവിഡ വൃത്തങ്ങളെ ഉപയോഗിക്കാവൂ എന്ന് വരുന്നു. അപ്പോൾ ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായിരിക്കണം, ദ്രാവിഡ അക്ഷരങ്ങളിൽ എഴുതപ്പെട്ടതായിരിക്കണം, യദുഗ മോന എന്നീ പ്രാസങ്ങൾ പാലിക്കണം. ഇത് യദുഗ മോന തുടങ്ങിയവ തമിഴ് പ്രാസങ്ങളാണ്. യദുഗ എന്നാൽ ദ്വിതീയാക്ഷര പ്രാസമാണ്. സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള ദ്വിതീയാക്ഷര പ്രാസം തന്നെയാണ് ഇത്. പക്ഷേ ശരിയായ രീതിയിൽ ഇതിനെ ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയാൻ കഴിയില്ല. കാരണം ദ്വിതീയാക്ഷര പ്രാസത്തിൽ 2ാമത്തെ വർണ്ണം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ യദുഗയിൽ അതുകൂടാതെ ആദ്യ വർണ്ണത്തിന്റെ മാത്രയും തുല്യമായിരിക്കണം. 2ാമത്തെ വരിയിലെ 2ാമത്തെ അക്ഷരത്തിന് സ്വീകരിക്കുന്ന മാത്രാപ്പൊരുത്തം. മോന എന്നാൽ പാദാർദ്ധാദി പ്രാസമാണ്. ഓരോ പാദവും 2 ഭാഗങ്ങളായി തിരിച്ചു നോക്കുമ്പോൾ 2 ഭാഗങ്ങളിലെയും ആദ്യ അക്ഷരം യോജിച്ചു വരുന്നു. തമിഴിന്റെ രീതികൾക്ക് പ്രാധാന്യം നൽകുന്ന സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ട്. പാട്ടുപ്രസ്ഥാനത്തിൽ പെട്ട കൃതികളുടെ ഇതിവൃത്തങ്ങൾക്ക് പ്രധാനമായും പുരാണങ്ങളെയും ഇതിവൃത്തങ്ങളെയുമാണ് ആശ്രയിച്ചത്. സംസ്കൃത വൃത്തങ്ങൾ ഉപയോഗിക്കരുത്, ദ്രാവിഡ വൃത്തങ്ങൾ മാത്രം ഉപയോഗിച്ചു വേണം പദ്യരചന എന്നുണ്ട്. ആര്യ ചിതയു തട്ടിയ പദങ്ങൾ എന്നാൽ സംസ്കൃത പദങ്ങളെ ദ്രാവിഡ സംഘാതാക്ഷരമാക്കുമ്പോൾ സംഭവിക്കുന്ന പരിണാമത്തെയാണ് ആര്യ ചിതയു തട്ടിയ പദങ്ങൾ എന്ന് പറയുന്നത്. ലീലാതിലകത്തിൽ പാട്ടിന് ഒരു ഉദാഹരണ പദ്യം നൽകിയിട്ടുണ്ട്. തരതലന്ത നളന്ത പിളന്ത പൊന്നൻ തനക ചെന്താർ വരുന്താമൽ ബാണൻ തന്നെ. മലയാള പദങ്ങളെ തമിഴ് രീതിക്കാക്കുന്ന രീതിയും പാട്ടുപ്രസ്ഥാനത്തിൽ കാണാം. ഉദാഹരണമായി അളന്ന എന്ന പദം അളന്ത എന്നാക്കി മാറ്റുന്നു. വിളഞ്ഞ എന്ന പദത്തെ വിളന്ത എന്നാക്കി മാറ്റിയിരിക്കുന്നു. കനിഞ്ഞു എന്നുള്ളത് കനിന്തു ആയി മാറിയിരിക്കുന്നു. എസ് രാജശേഖരന്റെ പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, രാമായണ ഭാരതാദി ഇതിഹാസങ്ങളോ സംസ്കൃതത്തിലെ മഹാകാവ്യ സങ്കല്പമോ പാട്ടുപ്രസ്ഥാനത്തിലേക്ക് നേരെ കടന്നു വരികയല്ല ഉണ്ടായത്. അവ ശക്തമായ പ്രാദേശിക അല്ലെങ്കിൽ ദ്രാവിഡ വൽക്കരണത്തിന് വിധേയമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. പാട്ടുലക്ഷണം രൂപഘടനയെ സംബന്ധിച്ചാണ്. പ്രമേയം, കാവ്യസൗന്ദര്യം, ഭാവം തുടങ്ങിയ ഘടകങ്ങളെ പാട്ടുലക്ഷണം സ്പർശിക്കുന്നില്ല. ഗാനാത്മക കാവ്യങ്ങളാണ് പാട്ടുകൃതികൾ. ഈ പ്രസ്ഥാനത്തിൽ പെട്ട പ്രധാന കൃതികൾ രാമചരിതം, കണ്ണശകൃതികൾ, രാമകഥപ്പാട്ട്, ഭാരതം പാട്ട്, പയ്യന്നൂർ പാട്ട്, തിരുനിഴൽമാല തുടങ്ങിയവയാണ്.